കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലെ സ്നേഹവന്ദനം ഈ ശബ്ദ കാഴ്ചപരിധിയിലായിരിക്കുന്ന ഏവരെയും അറിയിക്കുകയാണ്. प्रभु यीशु मसीह के नाम में मैं वंदन करता हूं. जितने लोगों को मैं देख सकता हूं, आप लोगों को मैं वंदन करता हूं. കർത്താദാസൻ പാസ്റ്റർ ബിജു, അദ്ദേഹത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്ന പാസ്റ്റർ രതീഷ്, മറ്റുള്ള എല്ലാ ദൈവദാസന്മാർക്കും, ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന, ലോകത്തിന്റെ ഏത് ഭാഗത്ത് നിന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും യേശുക്രിസ്തുവിന്റെ നാമത്തിലെ സ്നേഹവും വന്ദനവും അറിയിക്കുകയാണ്. दुनिया के अलग अलग जगहों से, भारत के अलग अलग जगहों से मुझे सुनने वाले हर एक लोगों को मैं वंदन करता हूं. ओके दोस्तों, പ്രിയ ദൈവത്തിലെ ദാസന്മാരെ, ചില നാളുകളായി സ്വർഗത്തിലെ ദൈവം, ദൈവരാജ്യം എന്ന വിഷയത്തെക്കുറിച്ച് നിങ്ങളെ ഓരോരുത്തരെയും തൻ്റെ ചിന്തകളാൽ പരിപോഷിക്കുകയാണ്. मेरे प्रिय लोगों, कुछ दिनों से परमेश्वर आप लोगों को परमेश्वर के राज्य के बारे में संदेश दे देकर आपको उत्साहित कर रहे थे. എന്തിനാണ് സ്വർഗത്തിലെ ദൈവം മനുഷ്യനെ ആക്കിയത് എന്ന് കഴിഞ്ഞ സന്ദേശത്തിൽ നമ്മൾ മനസ്സിലാക്കി. पिछले संदेश में, पिछले दिन का जो संदेश था, उसमें हम लोग समझ लिए कि परमेश्वर ने क्यों इंसान को बनाया. വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. അത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മളുടെ ജീവിതം ക്രമപ്പെടുത്തുവാൻ. ये बात जो है आपने सुना है पिछली बार, ये बहुत महत्वपूर्ण बात है और इसको समझने के बाद अपनी जिंदगी को हम उसको थोड़ा अच्छा करना है, सही सलामत रखना है. നമ്മൾ അത് മനസ്സിലാക്കിയത് ഒരു കൊച്ചു കുട്ടിയെ കാര്യങ്ങൾ പഠിപ്പിക്കുന്നത് പോലെയാണ്. ഒരു ട്രയാങ്കിൾ മെത്തേഡിലാണ് നാം കഴിഞ്ഞ സന്ദേശത്തിൽ ദൈവം എന്താണ് മനുഷ്യ ജീവിതത്തിൽ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയത്. पिछले संदेश में हमने जैसे एक बच्चे को सिखाया जाता है, ठीक वैसे ही हमने एक त्रिकोण के रूप में त्रिकोण बनाकर उसमें कुछ लिखकर हमने सीखा है. വരച്ച് പഠിപ്പിക്കുകയായിരുന്നു സ്വർഗത്തിലെ ദൈവം നമ്മളെ ചെയ്തത്. स्वर्ग का परमेश्वर हमें चित्र बनाकर सिखा रहे थे. കാരണം കേൾക്കുന്ന കാര്യങ്ങളെക്കാൾ നാം കാണുന്ന കാര്യങ്ങൾ, നാം ഡ്രോ ചെയ്ത് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ മനുഷ്യ ഹൃദയത്തിന് കൂടുതൽ ദൃഢതയുണ്ട്. क्योंकि हम सुनने से अधिक हम देखकर जो बात सीखते हैं वो मनुष्य के हृदयों में मगर ज्यादा जोर दे जाता है. ഇന്നും നമ്മൾ പഠിക്കാൻ പോകുന്നത് മറ്റൊരു ട്രയാങ്കിളാണ്. ആ ട്രയാങ്കിളിലൂടെ ദൈവം മനുഷ്യനെ എന്തിനായി ഉണ്ടാക്കി എന്നുള്ളത് കുറെ കൂടി ആഴത്തിൽ നാം മനസ്സിലാക്കാൻ പോവുകയാണ്. आज भी हम एक त्रिकोण के रूप से हम लोग सीखेंगे और आज गहराई में सीखेंगे कि परमेश्वर ने मनुष्य को या इंसान को क्यों बनाया. കഴിഞ്ഞ സന്ദേശത്തിൽ നാം കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തത് സ്വർഗത്തിലെ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നതിലൂടെ എന്തുണ്ടാക്കുന്നു എന്നുള്ളതായിരുന്നു. और पिछले संदेश में हमने सीखे थे कि परमेश्वर ने इंसान को बनाने से क्या बनाना चाहता था, क्या बना रहा था. എന്നാൽ ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് മനുഷ്യനെ എന്തിനായി ഉണ്ടാക്കി എന്നുള്ളതാണ്. मगर आज हम सीखने के लिए जा रहे हैं मनुष्य को किस बात के लिए, किस काम के लिए परमेश्वर ने बनाया. തുടർന്ന് ദൈവം അനുവദിക്കുന്നെങ്കിൽ നാം പഠിക്കാൻ പോകുന്നത് അതുകൊണ്ട് മനുഷ്യന്റെ സ്ട്രക്ചർ, രൂപം ഏത് തലത്തിലാണെന്നാണ് നാം പഠിക്കാൻ പോകുന്നത്. और अगर परमेश्वर चाहे तो आगे हम सीखेंगे तो इसकी इस वजह से मनुष्य का रूप कैसे होना चाहिए, मनुष्य का जो स्ट्रक्चर है, उसका रूप भाव है, कैसे होना चाहिए. മൂന്ന് കാര്യങ്ങൾ ലൈനിലാണ് നാം പഠിക്കുന്നത്. ഒന്ന്, ദൈവം എന്തുണ്ടാക്കുന്നു.
രണ്ട് ദൈവം എന്തിനായി ഉണ്ടാക്കുന്നു? മൂന്ന് तीन बातों को हम लोग सीखेंगे। पहली बात यह है मनुष्य परमेश्वर क्या बनाया, मनुष्य परमेश्वर ने क्यों बनाया। മൂന്നാമത്തേത് അതുകൊണ്ട് മനുഷ്യന്റെ സ്ട്രക്ചർ ഏതു വിധം. और इसलिए तीसरी बात ये है कि इसलिए मनुष्य का रूप भाव कैसे होना चाहिए। മറക്കാതെ മനസ്സിലാക്കുക. ദൈവം आप ना भूलकर आप लोग सीखिए। ഒന്ന്, ദൈവം എന്ത് ഉണ്ടാക്കുന്നു. पहली बात ये है परमेश्वर क्या बनाता है। രണ്ട്, എന്തിനായി ഉണ്ടാക്കുന്നു. दूसरी बात ये है क्यों बनाते हैं। മൂന്ന്, അതുകൊണ്ട് മനുഷ്യന്റെ സ്ട്രക്ചർ ഏതു വിധം. तीसरी बात ये है इसलिए परमेश्वर मनुष्य का रूप कैसे होना चाहिए। നിങ്ങൾ ഓരോരുത്തരും കൈയെടുത്തൊന്ന് പറയാമോ? क्या आप लोग अपने हाथ में उंगलियों ऐसे दिखाकर बोल सकते हैं। ഒന്ന്, ദൈവം पहली बात എന്തുണ്ടാക്കുന്നു. തൊട്ട് പറഞ്ഞാട്ടെ. परमेश्वर क्या बनाता है। തൊട്ട് പറഞ്ഞാട്ടെ. आप अपनी एक उंगली छूकर आप बता सकते हैं। ദൈവം എന്തുണ്ടാക്കുന്നു. परमेश्वर क्या बनाते हैं। രണ്ടാമത്തെ തൊട്ടാട്ടെ. दूसरी जो उंगली को आप छू लिए। ദൈവം എന്തിനായി ഉണ്ടാക്കുന്നു. परमेश्वर क्यों बनाते हैं। മൂന്ന്, അതുകൊണ്ട് മനുഷ്യന്റെ സ്ട്രക്ചർ ഏതു വിധം. तीसरी बात यह है इसलिए इस कारण मनुष्य का रूप कैसे होना चाहिए। വീണ്ടും ഒന്നുകൂടി പറയാം. നിങ്ങൾ വിരൽ ചൂണ്ടി പറയണം. एक और बार बोलना चाहता हूँ। നിങ്ങൾ വിരൽ ചൂണ്ടി പറയണം. आप अपनी उंगली सामने की ओर दिखाकर बोलना चाहिए। മനുഷ്യനെ നിർമ്മിക്കുന്നതിലൂടെ ദൈവം എന്തുണ്ടാക്കുന്നു. मनुष्य को बनाने के परमेश्वर क्या बनाता है। മനുഷ്യനെ എന്തിനായി ഉണ്ടാക്കിയിരിക്കുന്നു. मनुष्य को क्यों बनाया गया। അതുകൊണ്ട് മനുഷ്യന്റെ സ്ട്രക്ചർ ഏതു വിധം. इस कारण मनुष्य का रूप भाव कैसे होना चाहिए। ഈ മൂന്ന് കാര്യങ്ങൾ നമുക്ക് പ്രാഥമികമായിട്ട് നന്നായിട്ട് പഠിക്കേണ്ടതുണ്ട്. इन तीन बातों को हम पहले अच्छी तरह से सीखने की बहुत जरूरी है। കാരണം ഈ മനുഷ്യനെ ഉപയോഗിക്കേണ്ട മനുഷ്യർ നാം തന്നെയാണ്. क्योंकि इन मनुष्यों को उपयोग में ले आने वाला मनुष्य हम लोग ही है। നമുക്ക് ഈ മനുഷ്യനെ ഉപയോഗിക്കാൻ അറിയത്തില്ല എങ്കിൽ നാം ഈ മനുഷ്യനെ നശിപ്പിച്ചു കളയും. अगर हम लोग दूसरे मनुष्यों को इस्तेमाल उपयोग में ले आना नहीं जानते हैं तो हम दूसरे लोगों को नाश करके बैठेंगे। दूसरे लोगों को नहीं है, पहले हमको नाश करेगा। दूसरे लोगों को नहीं, पहले खुद को हम अपने आप को नाश करके बैठेंगे। देखो आपका നിങ്ങളുടെ കയ്യിൽ ഒരു കാർ ഓടിക്കാൻ കിട്ടി. പക്ഷേ आपके हाथ में क्या मिला, एक गाड़ी या कार चलाने के लिए मिला। പക്ഷേ നിങ്ങൾക്ക് കാറിനെ കുറിച്ച് കാര്യമായിട്ടൊന്നും അറിയത്തില്ല, കാർ ഓടിക്കാനും അറിയില്ല. നിങ്ങളുടെ കയ്യിൽ കിട്ടിയ കാറ് കൊണ്ട് തന്നെ നിങ്ങൾ നശിക്കും. കാരണം അത് എവിടെയെങ്കിലും കൊണ്ട് ഇടിപ്പിച്ച് നിങ്ങൾ നശിക്കും. आपको गाड़ी चलाना मालूम नहीं है, इस कारण क्या है आप उस गाड़ी के कारण उस गाड़ी को चलाकर कहीं जाकर टकरा कर विपत्ति हो जाएगा, एक्सीडेंट हो जाएगा। इस वजह से आप खुद को नाश करके बैठेगा। ഇതേപോലെ മനുഷ്യൻ എന്താണ് മനുഷ്യനിലൂടെ ദൈവം ആഗ്രഹിക്കുന്നതെന്നും എന്തിനാണ് മനുഷ്യനെ എന്നും മനുഷ്യന്റെ സ്ട്രക്ചർ എന്താണ് എന്നും മനുഷ്യനെ തിരിച്ചറിയാൻ കഴിയുന്നില്ല എങ്കിൽ ഈ മനുഷ്യൻ തന്നെ മനുഷ്യനെ നശിപ്പിക്കുവാനായിട്ട് ഇടയാകും. इसलिए मनुष्य को क्यों बनाया गया है, मनुष्य का रूप क्या है, इसका स्ट्रक्चर क्या है करके नहीं जानते हैं हम, तो मनुष्य दूसरे मनुष्य को नाश कर देंगे। ഇത് ദൈവം പറഞ്ഞു തന്നാലോ
നമ്മൾ അതനുസരിച്ച് പ്രവർത്തിക്കുന്നില്ല എങ്കിൽ നമ്മളെ തന്നെ നശിപ്പിക്കുന്നവരായി തീരും. ये परमेश्वर हमें बताने के बावजूद भी, इसके बाद भी हम इसे नहीं मानते हैं, तो हम अपने आप को नाश करेंगे. ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, അവരുടെ ആത്മാവിനെ തന്നെ വഞ്ചിക്കുന്നവരാണ്. इसलिए परमेश्वर का वचन में लिखा गया है, वे लोग अपने आत्मा को ही, खुद को ही धोखा देने वाले लोग हैं. അതായത് ദൈവം തന്റെ വചനത്തിലൂടെ കാര്യങ്ങൾ പറഞ്ഞു തന്നു, പക്ഷെ വചനം കേട്ടിട്ട് സ്വന്തം മുഖം കണ്ണാടിയിൽ കാണുന്നത് പോലെയാണ്, പക്ഷെ അവർ അത് അനുസരിക്കുന്നില്ല. അവരുടെ തന്നെ ആത്മവഞ്ചകരാണ്. ये लोग जो हैं अपने चेहरे को आईने में देखने वाले लोग जैसे हैं, ये चेहरे को देखने वाले लोग हैं और अपने आप को नाश करते हैं. അപ്പോ നമ്മൾ ഇവിടെ ഇനി കൂടുതൽ മനസ്സിലാക്കാൻ പോകുന്നത് ഒരു ജാതിയുടെയോ മതത്തിന്റെയോ സന്ദേശമല്ല, പകരം സ്വർഗത്തിലെ ദൈവം മനുഷ്യരായ നമ്മൾ ഓരോരുത്തരും അറിയേണ്ട പ്രധാനപ്പെട്ട അടിസ്ഥാനമായ കാര്യങ്ങളാണ്. अभी हम लोग सुनने के लिए जा रहे हैं वो संदेश जो है, कोई जाति का, कोई धर्म का संदेश नहीं है. स्वर्ग का परमेश्वर हमें बताना चाहता है, हमें समझाना चाहता है, वही संदेश को हम सुनने के लिए जा रहे हैं. ഹല്ലേലൂയ. ഫേസ്ബുക്കിലൂടെ കാണുന്നവർ ശ്രദ്ധിച്ചാട്ടെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും സൂം മീറ്റിംഗിൽ പങ്കെടുക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ ഷാജി ജോസഫിന്റെ ഫേസ്ബുക്ക് സൈറ്റിൽ തേഴ്സ്ഡേയിൽ നടക്കുന്ന സൂം ലിങ്ക് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സന്ദേശത്തിലേക്ക് നിങ്ങൾക്ക് കടന്നു വരാവുന്നതാണ്. जो लोग फेसबुक में इसमें अटेंड करना चाहते हैं, तो शाजी जोसेफ का जो फेसबुक में उसमें लिंक दिया गया है, थर्सडे का प्रोग्राम का मीटिंग का लिंक दिया गया है. मीटिंग का लिंक में आप क्लिक करके इसमें आ सकते हैं, शामिल हो सकते हैं. അപ്പോ പ്രിയ സഹോദരങ്ങളെ, നമ്മളുടെ മനസ്സിലാക്കാൻ പോകുന്നത് ദൈവം മനുഷ്യനിൽ എന്തുണ്ടാക്കുന്നു, ദൈവം എന്തിനായി അതുണ്ടാക്കുന്നു, അതുകൊണ്ട് മനുഷ്യന്റെ സ്ട്രക്ചർ ഏതുവിധം. हम लोग प्रिय लोगों, हम लोग सीखने के लिए जा रहे हैं मनुष्य में क्या बनाना चाहते हैं परमेश्वर. मनुष्य में क्यों ऐसे बनाना चाहते हैं परमेश्वर. इसलिए परमेश्वर क्या मनुष्य में कौन सा रूप देखना चाहते हैं. നമ്മളത് മനസ്സിലാക്കിയാൽ നമ്മളെ നല്ല രീതിയിൽ ഉപയോഗിക്കുവാൻ നമുക്ക് കഴിയും. अगर हम इसे समझ लिए तो हम अपने आप को अच्छी तरह से इस्तेमाल कर पाएंगे. ഒരു കാർ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ, ഓടിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ അത് മനോഹരമായി അതിനെ ഉപയോഗിക്കാൻ കഴിയും. एक कार आप अच्छी तरह से चलाना जानते हैं, सीख लेते हैं, तो हम उसे अच्छी तरह से इस्तेमाल कर पाएंगे. ഹല്ലേലൂയ. കഴിഞ്ഞ സന്ദേശത്തിൽ നാം ചിത്രത്തിലൂടെ മനസ്സിലാക്കിയ ആ തലത്തിൽ നിന്ന് നമ്മൾ ഇന്ന് തുടങ്ങാൻ പോവുകയാണ്. കഴിഞ്ഞ സന്ദേശത്തിൽ നാം മനസ്സിലാക്കിയത് ദൈവം മനുഷ്യനിൽ എന്താണ് ഉണ്ടാക്കുന്നത് എന്നത് ട്രയാങ്കിൾ രീതിയിൽ വിൽ ഓഫ് ഗോഡ് നാം മനസ്സിലാക്കി. हमने पिछले दिन जो है एक त्रिकोण बनाकर परमेश्वर कैसे मनुष्य में क्या चाहता है करके समझ लिया. അത് ഒന്ന് റീഎംഫസൈസ് ചെയ്തുകൊണ്ട് വീണ്ടും അതിലേക്കൊന്ന് നോക്കിക്കൊണ്ട് തുടർന്ന് മനസ്സിലാക്കാൻ പോകുന്നത് ദൈവം മനുഷ്യനെ എന്തിനായി സൃഷ്ടിച്ചു എന്നുള്ളതാണ്. വീണ്ടും മറ്റൊരു ട്രയാങ്കിളിലൂടെ നാം മനസ്സിലാക്കാൻ പോകുന്നത്. दूसरा एक त्रिकोण बनाकर हम लोग इसमें ज्यादा जोर देकर, इसमें ज्यादा जोर देते हुए एक और बार सीखने के लिए जा रहे हैं. അതുകൊണ്ട് ഇത് ആത്മീയ കാര്യങ്ങളായതുകൊണ്ട് മനുഷ്യ മനസ്സിന് മനസ്സിലാക്കാൻ പ്രയാസമായതുകൊണ്ട് ഇത് വരച്ച് നിങ്ങളെ പഠിപ്പിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് സൂം ലിങ്ക് അവൈലബിൾ ആയിട്ടുള്ളവർ അതിൽ കടന്നു വരിക. നിങ്ങൾക്ക് ആ വരയ്ക്കുന്നതെല്ലാം അവിടെ കാണുവാനായിട്ട് കഴിയും. ये आत्मिक बातें हैं जो आपको समझा रहे हैं, ये स्पिरिचुअल बातें हैं, इसलिए हमारे मन या बुद्धि इसको समझने में मुश्किल है. इसलिए हम इसको कोई रूप बनाकर
ऐसे चित्र बनाकर आपको समझाने के लिए कोशिश कर रहे हैं। ഞാൻ നിങ്ങൾക്ക് സ്ക്രീൻ ഷെയർ ചെയ്യാൻ പോവുകയാണ്. मैं आपको स्क्रीन में ये शेयर करूंगा, चित्र दिखाऊंगा। നമ്മൾ കഴിഞ്ഞ സന്ദേശത്തിൽ പഠിച്ചത് ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ക്രീനിൽ കാണാം. हम पिछले दिन में जो सीखे थे इसको हम आज स्क्रीन में देख सकते हैं। അതൊന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്ന് നമ്മുടെ അടുത്ത സബ്ജക്റ്റിലേക്ക് കയറുകയാണ്. उसको एक और बार बोलकर अगले विषय में हम लोग जाएंगे। ഹല്ലേലൂയ. हालेलुया, प्रभु की स्तुति हो। ഇവിടെ നിങ്ങൾക്ക് ഒരു ട്രയാങ്കിൾ കാണാം, അതിലെ ഒരു മനുഷ്യൻ ഓടുന്നതും കാണാം. आप यहाँ पर एक त्रिकोण देख सकते हैं और इसके बीच में अंदर एक व्यक्ति दौड़ रहे हैं और उसका एक पिक्चर भी, एक चित्र भी आप देख सकते हैं। ഇതിന്റെ 3 കോർണറിലും 3 വചനങ്ങൾ എഴുതിയിരിക്കുന്നത് കാണാം. इसके तीनों कोने में तीन वचन आयत लिखा हुआ है करके आप देख सकते हैं। ഈ 3 വചനങ്ങൾ നിങ്ങൾ വ്യക്തമായി ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ബൈബിളിൽ മനുഷ്യനെ കുറിച്ചുള്ള ഒരു നല്ലൊരു ശതമാനം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. आप इन तीन आयतों को अगर आपने सीख लिए तो वचन के अंदर मनुष्य के बारे में क्या दिया गया है, क्या लिखा गया है करके आप ज्यादा से ज्यादा बातें आप सीख सकते हैं। നമ്മൾ കഴിഞ്ഞ സന്ദേശത്തില് നമ്മൾ പഠിക്കാൻ ആരംഭിച്ചത് അവസാനത്തിൽ നിന്ന് പുറകിലേക്കാണ്. पिछले संदेश में हमने सीखना के लिए कोशिश किया है अंत से लेकर शुरू तक। അതിന്റെ കാരണം എന്ന് പറയുന്നത് എപ്പോഴും അവസാനത്തിൽ നിന്ന് ആരംഭിച്ചാൽ തെറ്റിപ്പോകാനുള്ള സാധ്യത കുറവാണ്. इसका कारण यही है, अगर हम अंत से जहाँ पर समाप्त होता है वहां से अगर सीखना शुरू करते हैं तो हम गलती में पड़ना मुश्किल है। തെറ്റിൽ ചെല്ലെത്തുവാനുള്ള സാധ്യത കുറവാണ്. गलती में पहुंचना का संभावना बहुत कम है। കാരണം നമ്മുടെ ദൈവം ആരംഭിക്കുന്നത് അവസാനത്തിൽ നിന്നാണ് നമ്മുടെ ദൈവം ആരംഭിക്കുന്നത്. अंत से परमेश्वर, हमारा परमेश्वर शुरू करते हैं। ഐസയ്യ 46:10 നമ്മൾ വായിക്കുമ്പോൾ ദൈവത്തെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: ആരംഭത്തിൽ തന്നെ അവസാനവും പൂർവകാലത്ത് തന്നെ മേലാൽ സംഭവിക്കാനുള്ളത് ഞാൻ പ്രസ്താവിക്കുന്നു. यशाया 46 verse 10 സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. 46 का 10 में हम लोग देख सकते हैं। 46 का 10 यशाया कोई आप पढ़ सकते हैं? 46 का 10 से लेकर 13 तक। मैं तो अंत की बात आदि से और प्राचीन काल से उस बात को बताता आया हूँ जो अब तक नहीं हुई। मैं कहता हूँ मेरी युक्ति स्थिर रहेगी और मैं अपनी इच्छा को पूरी करूँगा। मैं पूर्व से एक उकाब पक्षी को बस देखो, हमारा पिताजी क्या करता है, व्हेन एक थिंग शुरू करने का टाइम अंत डिक्लेयर करता है. പറഞ്ഞോ ഹിന്ദിയിൽ. हमारे जो पिताजी हैं, स्वर्ग के पिताजी क्या करता है, अंत की बात आदि से, ആരംഭത്തിൽ തന്നെ അവസാനവും പൂർവ്വകാലത്ത് തന്നെ മേലാൽ സംഭവിക്കാനുള്ളത് ഞാൻ പ്രസ്താവിക്കുന്നു, എന്റെ ആലോചന നിവൃത്തിയാകും. और परमेश्वर क्या कहता है, अंत की बात आदि में मैं जानता हूँ या कहता हूँ करके परमेश्वर के वचन में हम लोग देख सकते हैं। और प्राचीन काल की बातें मैं बताता आया हूँ। ഹല്ലേലൂയ. नहीं हुई। അങ്ങനെയെങ്കിൽ നമുക്കും ദൈവം ചെയ്തതുപോലെ അങ്ങ് ചെയ്താലോ? ऐसे है तो हम भी जैसे परमेश्वर ने
परमेश्वर करता है वैसे हम भी करेंगे। ദൈവം ചെയ്തതുപോലെ നമുക്കും ചെയ്യാം. കാരണം परमेश्वर जैसे करता है वैसे हम भी करेंगे। എഫേസ്യ ലേഖനം 5-ാം അധ്യായം 1-ാം വാക്യം പറയുന്നു, ആകയാൽ പ്രിയ മക്കൾ എന്നതുപോലെ ദൈവത്തെ അനുകരിക്കും. इफिसियों की पत्री 5:1 में लिखा गया है, प्रिय संतान होकर हम लोग परमेश्वर का भाव ले। ഹല്ലേലൂയ. ദൈവം ചെയ്യുന്നത് പോലെ തന്നെ ദൈവത്തെ അനുകരിക്കാനാണ് സ്വർഗത്തിലെ ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നത്. जैसे परमेश्वर करता है ठीक वैसे हम भी उसका अनुकरण करने के लिए परमेश्वर अपने वचन में कहता है। തയ്യാറാണോ നിങ്ങൾ? क्या आप लोग तैयार हैं? तैयार है तो आपको हाथ लिफ्ट करो, प्रेस करो. अगर आप तैयार हैं तो अपने हाथों को ऊंचा कर सकते हैं। तो परमेश्वर इधर क्या करता है? He declares the end from the beginning. ആദിയിൽ തന്നെ അവസാനം പ്രഖ്യാപിക്കുന്നു. परमेश्वर यहाँ पर क्या करता है? आदि में ही वो अंत के बारे में घोषणा करता है। അപ്പോ ബൈബിളിലെ 2 പുസ്തകങ്ങൾ പ്രത്യേകമായ രീതിയിൽ പറയുന്നുണ്ട്. ഒന്ന് ഉൽപ്പത്തി പുസ്തകമാണ്, മറ്റൊന്ന് വെളിപ്പാട് പുസ്തകമാണ്. और बाइबल में विशेष रूप से इस बात को कहते हैं, पहला 2 किताब ऐसा है बाइबल के अंदर, पहला किताब है उत्पत्ति और दूसरा किताब है प्रकाशित वाक्य। ഇത് മറ്റുള്ള പുസ്തകങ്ങളും എല്ലാം പ്രാധാന്യമുള്ളതാണ്. പക്ഷേ ഉൽപ്പത്തി പുസ്തകവും വെളിപ്പാട് പുസ്തകവും ആരംഭിക്കുന്നതും അവസാനിക്കുന്നതുമായ പുസ്തകമാണ്. और बाकी जितने भी किताब बाइबल में हैं वे भी बहुत महत्वपूर्ण किताबें हैं, मगर उत्पत्ति और प्रकाशित वाक्य इसलिए महत्वपूर्ण है, इसलिए ये शुरुआत और अंत है। ഉൽപ്പത്തി പുസ്തകം ഓപ്പണിംഗ് സെറിമണി ആണെങ്കിൽ വെളിപ്പാട് പുസ്തകം ക്ലോസിംഗ് സെറിമണിയാണ്. उत्पत्ति का जो किताब है वो शुरुआत का जो काम है, तो प्रकाशित वाक्य का किताब है वो अंत का जो कार्य है उसका जो काम है। ഉൽപ്പത്തി പുസ്തകത്തെ സീഡ് പ്ലോട്ട് എന്നാണ് വിളിക്കപ്പെടുന്നത്. എല്ലാം ദൈവം വിതച്ച വചനങ്ങൾ വിതച്ച സീഡ് പ്ലോട്ട് എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ വെളിപ്പാട് പുസ്തകത്തെ അതിന്റെ സീഡ് പ്ലോട്ടിന്റെ കൊയ്ത്ത് നടക്കുന്ന സമയം എന്നാണ് അറിയപ്പെടുന്നത്. और उत्पत्ति जो है, उत्पत्ति का किताब जो है बीज को बोने का जमीन कहा जाता है, और प्रकाशित वाक्य जो है उसका कटनी का जो जमीन, कटनी का खेत, इसके बारे में ऐसे कहा जाता है। ഉൽപ്പത്തി പുസ്തകത്തിൽ വിത്ത് വിതയ്ക്കുന്നുവെങ്കിൽ വെളിപ്പാട് പുസ്തകത്തിൽ കൊയ്തെടുക്കുന്നു. उत्पत्ति के किताब में बीज बोल रहे हैं, तो प्रकाशित वाक्य में कटनी है, वहां पर फसल काट रहे हैं। വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ നേരത്തെ വായിച്ച എന്റെ ആലോചന നിവൃത്തിയാകും എന്നുള്ളത്, ആലോചന നിവൃത്തിയാകുന്ന പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. ഉൽപ്പത്തി പുസ്തകം ആലോചനകൾ തുടങ്ങുന്ന പുസ്തകമാണ്. और जैसे हमने पहले पढ़ा है कि मेरी जो बातें हैं पूरा हो जाएगा, तो प्रकाशित वाक्य है जहाँ परमेश्वर की बातें पूरा होने की जगह है। उत्पत्ति की जो किताब है परमेश्वर की बातें शुरू होने की जगह है। അതുകൊണ്ട് നമുക്ക് വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന് അവസാനത്തിൽ നിന്ന് ആരംഭിക്കാം. കാരണം നമ്മുടെ ദൈവവും ചെയ്യുന്നത് അവസാനത്തിൽ നിന്ന് ആരംഭിക്കുകയാണ്. हम शुरू करते हैं प्रकाशित वाक्य का किताब से, क्योंकि हमारा परमेश्वर भी अंत से उसका काम उसने शुरू किया है। അപ്പൊ മനുഷ്യനെ സംബന്ധിച്ച് എന്താണ് ദൈവത്തിന്റെ ആലോചന? എന്റെ ആലോചന നിലനിൽക്കുമെന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. മനുഷ്യനെ സംബന്ധിച്ച് എന്താണ് ദൈവത്തിന്റെ ആലോചന? मनुष्य से संबंधित परमेश्वर की क्या योजना है, क्या संदेश है? എന്നാൽ വെളിപ്പാട് പുസ്തകം 21-ന്റെ 7-ാം വാക്യത്തിൽ പറയുന്നു, മനുഷ്യനെ സംബന്ധിച്ചുള്ള ദൈവത്തിന്റെ ആലോചനയുടെ നിവർത്തീകരണം. और प्रकाशित वाक्य उसका 21 का 7 में इसे लिखा गया है, पर मनुष्य के बारे में परमेश्वर की जो योजना की पूरा होना,
അവിടെ ദൈവത്തിന്റെ വചനം പറയാണ്, ജയിക്കുന്നവൻ, അതായത് ജയിക്കുന്ന മനുഷ്യർ ദൈവത്തിന്റെ അവകാശമായി തീരും, അവർ ദൈവത്തിന്റെ മക്കളായി ജയം പ്രാപിക്കും. प्रकाशित वाक्य 21 का 7 में लिखा गया है, जो जो जय पाएगा वो परमेश्वर का वारिस बनेगा. ദൈവത്തിന്റെ മകനായി മാറും. परमेश्वर का पुत्र बन जाएगा. ആ വാക്യം നമുക്ക് വീണ്ടും വായിക്കാം. हम उस आयत को पढ़ेंगे. जो जय पाए वही इन वस्तुओं का वारिस होगा और मैं उसका परमेश्वर होऊंगा और वह मेरा पुत्र होगा. ഹല്ലേലൂയ. ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവൻ ജയം പ്രാപിച്ചാൽ അവൻ വാരിഷ്, അവകാശിയായി തീരും, അവൻ ദൈവത്തിന്റെ മകനായി തീരും. एक मनुष्य के लिए अगर उसने जय पा लिया तो वो परमेश्वर का वारिस बन जाएगा और परमेश्वर का पुत्र हो जाएगा. അപ്പോൾ ഇതാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ നാം മനസ്സിലാക്കുന്നത്. അപ്പോ ഇത് നമ്മളെ സംബന്ധിച്ച് ആദ്യം നാം മനസ്സിലാക്കണം, ഞാൻ എന്ന മനുഷ്യൻ ജയം പ്രാപിച്ചാൽ ഞാൻ ദൈവത്തിന്റെ വാരിഷ്, അവകാശിയായി തീരും, ദൈവത്തിന്റെ മകനായി തീരും. हम इस मनुष्य होने के नाते इस बात को समझने की जरूरत है. बाइबल में ऐसे सिखाया गया है, अगर मैं जय पाऊंगा तो मैं परमेश्वर का वारिस बन जाऊंगा और उसका पुत्र बन जाऊंगा. ഹല്ലേലൂയ. അപ്പോൾ ഇതാണ് ദൈവം മനുഷ്യനായ എന്നിൽ ഉണ്ടാക്കുന്നത്. ദൈവപുത്രനെ ദൈവം എന്നിൽ ഉണ്ടാക്കുകയാണ്. तो इस रीति से परमेश्वर मुझ में होकर इस बात को करता है, अपने पुत्र को बना रहा है. അപ്പൊ ഇതെങ്ങനെയാ നമുക്ക് മനസ്സിലായേ? कैसे हम लोग इसको समझ लिए? ദൈവത്തിന്റെ മെത്തേഡ് നമ്മൾ അഡോപ്റ്റ് ചെയ്തു. ആരംഭത്തിൽ തന്നെ അവസാനം ഡിക്ലെയർ ചെയ്യുന്ന അവസാനം ഡിക്ലെയർ ചെയ്തിട്ടുള്ള ബൈബിളിലെ വെളിപ്പാട് പുസ്തകത്തിൽ നോക്കിയപ്പോഴാണ് നമുക്ക് മനസ്സിലായത്, മനുഷ്യരായ നമ്മൾ ജയം പ്രാപിച്ചാൽ ദൈവത്തിന്റെ അവകാശികളും ദൈവപുത്രന്മാരുമായി തീരുമെന്ന്. हम परमेश्वर की जो तरीका है उसको अपना लिया. इस वजह से हम लोगों ने सीख लिया प्रकाशित वाक्य में आकर, अगर मैं जय पाऊं तो मैं परमेश्वर के इन वस्तुओं का वारिस बन जाऊंगा और उसका पुत्र बन जाएगा. ഹല്ലേലൂയ. അപ്പോൾ ഇതിന്റെ 6-ാം വാക്യം പറയുന്നു, 21-ന്റെ 6-ാം വാക്യം പറയുന്ന കാര്യം എന്ന് പറയുന്നത്, ഇതാ പ്രവൃത്തി പൂർത്തിയായി. इसका 6वीं जो 6 आयत है उसमें हम लोग देख सकते हैं जो कार्य है वो पूरा हो गए हैं, बातें पूरी हो गई है. അതിന്റെ 7-ാം വാക്യം പറയുകയാണ്, ജയിക്കുന്നവൻ ദൈവത്തിന്റെ മകൻ. मगर उसका 7वां जो आयत है उसमें लिखा गया है, जो जय पाए वो इन वस्तुओं का वारिस होगा. അങ്ങനെയെങ്കിൽ ദൈവം തന്റെ പ്രവൃത്തി എപ്പോഴാരംഭിച്ചു, എവിടെ വെച്ച് ആരംഭിച്ചു? ऐसा है तो परमेश्वर अपने कार्य को कहां से शुरू किया और कहां जाकर उसने शुरू किया था इन कार्यों को. ഇതാണ് നാം കഴിഞ്ഞ സന്ദേശ ചിത്രത്തിലൂടെ പഠിച്ചത്. വീണ്ടും അത് തന്നെ ഓർത്തുകൊണ്ട് അടുത്തതിലേക്ക് നമ്മൾ കയറുകയാണ്. इस बात को हम पिछले संदेश में सुन रहे थे, इसी बात को हम दोहरा रहे हैं यहाँ आज. ഹല്ലേലൂയ. ഇതാ നിങ്ങളുടെ സ്ക്രീനിൽ കുറച്ചും കൂടി വലുതായിട്ട് ഞാനിത് കാണിക്കാം. हाँ, मैं इस स्क्रीन में थोड़ा और बड़ा करके दिखाऊंगा आपको. ഇതാ നമ്മളിപ്പോ 3 വചനം കാണുന്നതിൽ ഇപ്പോ അതിനെ ചെറുതാക്കി ഇതിനെ ഒന്നാക്കാൻ പോവുകയാണ്. हम एक बड़ा एक पिक्चर को मैं अभी दिखाया था और अभी मैं एक छोटा करके दिखा रहा हूँ एक चित्र. അതിലെ ഒരു പോയിന്റ് മാത്രം ഇവിടെ ഇട്ടിരിക്കുന്നു, അവിടെ ഒരു കിരീടവും കാണിച്ചിരിക്കുന്നു. अभी एक ही पॉइंट, एक ही कोने का जो पिक्चर है वो
आयत है उसको मैं दिखा रहा हूँ। उसमें एक मुकुट दिखा रहा है। അവിടെ ഒരു വചനം എഴുതിയിരിക്കുന്നു, വെളിപ്പാട് പുസ്തകം 21:6-7, നമ്മൾ ഇപ്പോൾ വായിച്ച വചനം. वहां पर एक आयत लिखा गया है, एक वचन लिखा गया है, प्रकाशित वाक्य 21:6-7। अभी हमने इसके बारे में इसको पढ़ लिए थे। ജയിക്കുന്നവൻ ദൈവത്തിന്റെ മകൻ, അവൻ ദൈവത്തിന്റെ അവകാശി. जो जय पाए वही इन वस्तुओं का वारिस होगा और उस परमेश्वर का पुत्र होगा। ഹല്ലേലൂയ. ഈ ഒരു ലക്ഷ്യത്തിലേക്കാണ് ദൈവം നമ്മളെ കൊണ്ടുപോകുന്നത്. इस लक्ष्य की ओर परमेश्वर हमें ले चल रहे हैं। അപ്പോൾ ദൈവം എവിടെ വെച്ചാണ് ഇത് ആരംഭിച്ചത്? ഈ പ്രോസസ്, ये काम जो है परमेश्वर कहाँ शुरू किए थे? ഈ സ്ക്രീനിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് അടുത്ത ഒരു പോയിന്റ് കാണുവാനായിട്ട് കഴിയും. अगर आप अपने मोबाइल स्क्रीन में देखेंगे तो एक दूसरा पॉइंट, एक आयत आप देख सकते हैं। ഇതാ ദൈവം ഇവിടെ നിങ്ങൾക്ക് അടുത്തൊരു പോയിന്റ് കാണാം. ഉൽപ്പത്തി 1:26 എന്ന് എഴുതിയിരിക്കുന്നത്. ഇവിടെയാണ് ദൈവം ആരംഭിച്ചത്. दूसरा एक पॉइंट मैंने डाला है एक चित्र में, उत्पत्ति 1:26 आयत। അപ്പൊ വെളിപ്പാട് പുസ്തകം शुरू किए थे। വെളിപ്പാട് പുസ്തകം 21:6 പൂർത്തിയായി എന്ന് വചനം പറയുന്ന പ്രവൃത്തി ദൈവം ആരംഭിച്ചത് ഉൽപ്പത്തി 1:26 प्रकाशित हुआ कि 21:6-7 में जो पूरी हो गई, जो काम के बारे में बताया गया है, वो काम शुरू हो गया है उत्पत्ति 1:26 आयत में। ഹല്ലേലൂയ. അപ്പോ ഈ ഉൽപ്പത്തി 1:26 ഉൽപ്പത്തി എന്ന് വെച്ചാൽ സീഡ് പ്ലോട്ട് ആണ്. അവിടെ ആരംഭിച്ച പ്രവൃത്തി ഇതാ വെളിപ്പാട് പുസ്തകം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ക്ലോസിംഗ് സെറമണിയാണ്. ദൈവം ആഗ്രഹിച്ച പദ്ധതിയുടെ ക്ലോസിംഗ് സെറമണിയാണ്. ആ വെളിപ്പാട് പുസ്തകം 21:6 വന്ന് അവസാനിക്കുന്നു, 6:7 അവസാനിക്കുന്നു. और ये उत्पत्ति 1:26 आयत जो है, बीज बोने की जो खेती है, जमीन है वहाँ, मगर ये प्रकाशित हुआ कि 21:6-7 में आकर वहाँ पर कटनी का समय हो गया है, फसल पक्का हो गया है। അപ്പോ നമുക്ക് ഈ ഉൽപ്പത്തി പുസ്തകം 1:26 ഒരു ആരോ മാർക്ക് നമുക്ക് വെളിപ്പാട് പുസ്തകം 21:7 വരെ കൊടുക്കാം, ഒരു റോഡ് വരയ്ക്കാം. हम ऐसे करेंगे, उत्पत्ति 1:26 का जो पॉइंट मैंने डाला था वहां से एक लाइन खींच कर हम प्रकाशित वाक्य जो पॉइंट मैंने डाला था उसमें आएंगे। അതിനെ നമുക്കൊരു റോഡായിട്ട് കൺസിഡർ ചെയ്യാം, ഒരു വഴിയായിട്ട്. उसको हम ऐसे समझेंगे कि एक सड़क है, एक सड़क जैसा है, एक रोड है। നമ്മൾ ആ വഴി യാത്ര ചെയ്ത് ജയിച്ചാൽ നമ്മൾക്ക് കിരീടമാണ്. अगर हमने इसमें सफर करते हुए इस सड़क में सफर करते हुए इस उत्पत्ति प्रकाशित वाक्य में पहुंच गए तो हम जीत गए और मुकुट को पालेंगे। ഹല്ലേലൂയ. ഈ വഴിയിൽ ധാരാളം പരീക്ഷകളുണ്ട്. പരീക്ഷകൾ പാസ്സായാൽ നമുക്ക് കിരീടമാണ്. इस रास्ते में बहुत परीक्षाएं हैं। अगर हम इन परीक्षाओं को हराएंगे और उसमें जय पाएंगे तो हमें मुकुट रखा गया है। ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിരിക്കുന്ന കിരീടം അവർ പ്രാപിക്കും. इसलिए परमेश्वर के वचन में लिखा गया है, जो परीक्षा को सहने वाले व्यक्ति जो है वो भाग्यवान है, क्योंकि वो आप उसको रखा गया मुकुट को आखिरी में जाकर पालेंगे। ഇതാണ് യാക്കോബ് 1:12 നിങ്ങൾക്ക് കാണുവാൻ കഴിയും. आप इसे याकूब की पत्री 1:12 आयत में देखते हैं। थोड़ा हिंदी में पढ़ो. याकूब 1:12। हालेलुया, ग्लोरी. याकूब 1:12 आयत। धन्य है वह मनुष्य
जो परीक्षा में स्थिर रहता है, क्योंकि वह खरा निकलकर जीवन का वह मुकुट पाएगा जिसकी प्रतिज्ञा प्रभु ने अपने प्रेम करने वालों से की है। ഹല്ലേലൂയ. അപ്പൊ പലർക്കും ചോദ്യം ഉണ്ടാകും. ദൈവത്തിന്റെ വചനത്തില് വെളിപ്പാട് 21:7 പറയുന്നു ജയിക്കുന്നവൻ ഇത് അവകാശമാക്കുമെന്ന്. എന്താ കാര്യം? ഇവിടെ പരീക്ഷയുണ്ട്. ഈ പരീക്ഷയിലാണ് നാം ജയിക്കേണ്ടത്. बहुत लोगों के अंदर सवाल होगा, पैदा हो सकता है, क्यों यहाँ पर परीक्षा है। प्रकाशित वाक्य में लिखा गया है जो जय पाएगा उसको, वो जय पाएगा, वो वारिस होगा। तो यहाँ के पत्री में लिखा गया है, यहाँ पर परीक्षा है। പരീക്ഷ ഉള്ളതുകൊണ്ട് അവിടെ പറയുന്നത് ജയിക്കുന്നവൻ ഇത് അവകാശമാക്കുമെന്ന്. അതുകൊണ്ട് ഈ റോട്ടിലൂടെ നമ്മൾ യാത്രയാകുമ്പോൾ പല പരീക്ഷകൾ നമ്മുടെ മുമ്പിൽ വരും. ആ പരീക്ഷകളെ ഒക്കെ ജയിച്ച് നാം അപ്പുറത്തെത്തണം. इस मार्ग में चलते समय बहुत परीक्षाएं हम सामना करना पड़ते हैं। उन परीक्षाओं को हम जय पाएंगे तो हम उसमें जय पाते हुए प्रकाशित वाक्य 21 का साथ में पहुंच जाएंगे। ഹല്ലേലൂയ. ഈ ഒരു ചെറിയ ജീവിതം യഥാർത്ഥത്തിൽ നമുക്ക് നമ്മൾ ചിന്തിക്കുന്നത് പോലെ, ലോകം ചിന്തിക്കുന്നത് പോലെ ജീവിക്കാനുള്ളതല്ല. പകരം നമ്മൾ ജീവിക്കാൻ യോഗ്യരാണെന്ന് തെളിയിക്കാനുള്ള സമയമാണ്. ये दुनिया में जो छोटी सी जिंदगी है, ये दुनिया संसार जैसे बोलता है ऐसे जीने के लिए नहीं है, मगर हम जीने के लिए योग्य है करके दिखाने के लिए, सबूत देने के लिए है। ഹല്ലേലൂയ. ദൈവം നമുക്ക് ഇവിടെ അല്പമേ തരുന്നുള്ളൂ. ഈ അല്പത്തിൽ നാം വിശ്വസ്തരായാൽ നമ്മുടെ അടുത്ത ഫേസിൽ, യഥാർത്ഥ ജീവിതത്തിൽ ദൈവം നമ്മളെ അധികത്തിന് വിചാരകന്മാരാക്കും. परमेश्वर इस दुनिया में, इस जीवन में थोड़ा ही दे रहा है हमें, तो आने वाला जो जीवन है उसमें Glory. अधिक में परमेश्वर हमें अधिक देगा। ഹല്ലേലൂയ. ചുരുക്കി പറഞ്ഞാൽ ഈ ലോക ജീവിതം നമ്മളുടെ ടെസ്റ്റാണ്. അതുകൊണ്ട് ശ്രദ്ധയോടെ ജീവിക്കുക. सचमुच में ये दुनिया में जो जिंदगी है हमारे लिए एक परीक्षा है, इसलिए बहुत ध्यान पूर्वक हम जिए। അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, ഇതാ ഉൽപ്പത്തി 1:26 നിന്ന് ആരംഭിച്ച മാനവകുലത്തിന്റെ ജീവിതം, അത് मेरे प्रिय भाई बहनों, उत्पत्ति पहले अध्याय का 26 से शुरू किया हुआ मनुष्य का जो जीवन, അത് സ്വർഗത്തിലെ ദൈവം അതിൽ ചെയ്യുന്നത് തന്റെ പുത്രന്മാരെ ഉണ്ടാക്കുകയായിരുന്നു. उस जीवन में परमेश्वर का था, अपने पुत्रों को वो बना रहा था। എന്നാൽ അത് ആദത്തിന്റെ പിശാചിന്റെ ഇടപെടൽ മൂലം ആദത്തിന്റെ അനുസരണക്കേട് മൂലം അത് പരാജയപ്പെട്ടു. ये जो है, ये योजना है शैतान काम करने से द्वारा और आदम गिर जाने से द्वारा ये योजना खराब हो गई, नहीं तो पराजित हो गई। ആ സ്ക്രീനിൽ നിങ്ങൾക്ക് ഉൽപ്പത്തി 1:26 നമ്മളത് കഴിഞ്ഞ സന്ദേശത്തിൽ വായിച്ചു മനസ്സിലാക്കി. ദൈവം പറയുന്നു നമുക്ക് നമ്മുടെ സ്വന്തം സാദൃശ്യത്തിൽ സ്വരൂപത്തിൽ മനുഷ്യനെ ഉണ്ടാക്കാം. पिछले बार इसको आयत को पढ़े थे कि हम अपने स्वरूप में इंसान को बनाए। उत्पत्ति पहला अध्याय का 26 आयत। ആ ദൈവത്തിന്റെ സാദൃശ്യവും സ്വരൂപത്തിലും ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചെങ്കിലും ദൈവത്തിന്റെ വചനം പറയുന്നു ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തിയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചാക്കിയത്. परमेश्वर अपने स्वरूप में मनुष्य को बनाया, फिर भी वचन में लिखा गया है परमेश्वर अपने जो दर्जा है, अपने जो स्थान है उससे थोड़ा
नीचे स्थान में देखकर मनुष्य को बनाया है करके लिखा गया है। ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. സങ്കീർത്തനം 8:5 ഇതാ നീ അവനെ ദൈവത്തെക്കാൾ അല്പമാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അണിയിച്ചിരിക്കുന്നു. भजन संहिता 8 अध्याय उसका 5वां आयत। भजन संहिता 8वां भजन संहिता 5वां आयत। हिंदी में पढ़ो, वर्स 5। हिंदी में पढ़ो। क्योंकि तूने उसको परमेश्वर से थोड़ा ही कम बनाया है और महिमा और प्रताप का मुकुट के सिर पे रखा है। ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയാണ്, ദൈവം മനുഷ്യനെ ദൈവത്തെക്കാൾ അല്പമാത്രം താഴ്ത്തി സൃഷ്ടിച്ചു. परमेश्वर ने ऐसे कहा है, परमेश्वर ने मनुष्य को थोड़ा ही कम बनाया अपने से और महिमा और प्रताप का मुकुट उसके सिर पे रखा गया। ഹല്ലേലൂയ. ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി സൃഷ്ടിച്ച ഈ മനുഷ്യനെ ദൈവം ജയം പ്രാപിച്ചാൽ ഇതാ തൻ്റെ ഒപ്പത്തിനൊപ്പം തൻ്റെ മക്കളുടെ ലെവലിലേക്ക് കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുകയാണ്. परमेश्वर ने मनुष्य को थोड़ा ही कम बनाया अपने से, मगर परमेश्वर चाहता है मनुष्य अगर जय पाए तो वो अपने जैसा अपने स्थान में जैसे वो है ऐसे वो बनाना चाहता है। ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, ദൈവം തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ ഉണ്ടാക്കി. ആ മനുഷ്യൻ ദൈവത്തിന്റെ സാദൃശ്യവും സ്വരൂപമായതുകൊണ്ട് അവൻ ദൈവത്തിന്റെ പുത്രനാണ്. परमेश्वर ने मनुष्य को अपने स्वरूप में बनाया, परमेश्वर अपने स्वरूप में बनाया, इसलिए वो परमेश्वर का पुत्र है। എന്നാൽ അവൻ ജയം പ്രാപിച്ചു, പരീക്ഷയിലൂടെ ജയം പ്രാപിച്ചു കഴിഞ്ഞാൽ അവൻ ജയിക്കുന്നവൻ നിത്യമായും ദൈവത്തിന്റെ പുത്രന്മാരായിത്തീരും. जो जय पाएंगे तो वो सचमुच में वे लोग परमेश्वर के पुत्र होंगे। എന്നാൽ ആ ഒരു യാത്ര ഇവിടെ പരാജയപ്പെട്ടു. അതുകൊണ്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ നോക്കുമ്പോൾ ഇവിടെ കാണാം, ഇതാ ആ ഒരു യാത്രയിൽ ഒരു ഇൻഡു മാർക്കിട്ടിരിക്കുന്നത് കാണാം. मगर वो सफर जो शुरू हो गई थी उत्पत्ति की किताब से, वो सफर पराजय में आ पड़ा। आप देख सकते हैं स्क्रीन में, वहां पर एक इंडू मार्क डाला है। പിശാച് അവിടെ നിൽക്കുന്നതും കാണാം. आप देख सकते हैं शैतान वहां पर खड़ा है। മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ആ റോഡ് അങ്ങ് ബ്ലോക്ക് ആയിപ്പോയി. दूसरी तरह से कहा जाए तो इसका मतलब है वो मार्ग बंद हो गया। മാർഗം അടഞ്ഞാൽ ഇനി ആർക്കും ഈ വഴിയിലൂടെ കിരീട പ്രാപിക്കാൻ യാത്ര ചെയ്യാൻ കഴിയില്ല. इसका मतलब ये है अगर रास्ता बंद हो गया तो इसका मतलब कोई भी व्यक्ति इस रास्ते में जाकर आगे जाकर उस मुकुट को पा नहीं सकते। കാരണം ഈ യാത്ര മരണത്തിന്റെ യാത്രയാണ്. क्योंकि ये सफर जो है, यात्रा जो है, मृत्यु की सफर है। ആദത്തിൽ എല്ലാവരും മരിക്കുന്നു. ആദത്തിലാണ് നമ്മളെല്ലാം ജനിച്ചത്. പക്ഷേ ഇത് ആദത്തിന്റെ ലൈനാണ്. ഈ യാത്രയിൽ നമ്മളെല്ലാം മരിക്കുന്നു. वचन में लिखा गया है, आदम में
सब लोग मर जाते हैं। हम लोग आदम से हैं, इसलिए इस रास्ते से जाएंगे तो हम सब मर जाएंगे। അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. അവിടെ നമുക്കൊരു വചനം വായിക്കാം. ഫസ്റ്റ് കൊരിന്ത്യർ 15:22 വായിക്കാം. इसलिए हम यहाँ कहते हैं पहला कुरिन्थियों 15:22 22. पहला कुरिन्थियों 15:22 हिंदी. और जैसे आदम में सब मरते हैं, ആദം സേ സബ് മർത്തേ ഹേ, ആദത്തിൽ എല്ലാവരും മരിച്ചു പോകുന്നു. അപ്പോ ഈ ലൈനിലൂടെ പോകുന്ന എല്ലാവരും മരിച്ചു പോകും. तो आदम में सब लोग मर जाते हैं, तो इस रास्ते में होकर जो भी गुजरते हैं आगे जाते हैं सब लोग मर जाएंगे। അപ്പൊ നമുക്ക് ആ രാസ്തയ്ക്ക്, ആ റോഡിനൊരു പേരിടാം, ആദം റോഡ്. നമ്മുടെ നാട്ടിൽ മഹാത്മാഗാന്ധി റോഡ്, MG റോഡ് എന്നൊക്കെ പേരില്ലേ? ഈ റോഡിന് നമുക്കൊരു പേരിടാം, ആദം റോഡ്. इसलिए हम क्या करते हैं, इस रास्ते को एक नाम डालते हैं। इस रास्ते का नाम है आदम रोड। ഓക്കെ, നമുക്ക് ഞാൻ സ്ക്രീനിൽ എഴുതാൻ ശ്രദ്ധിച്ചോട്ടെ. ADAM, ആദം, ROD, റോഡ്, ആദം റോഡ്. ഓക്കെ, നമുക്കും പേര് കൊടുക്കാം. स्क्रीन में लिखा है आदम रोड। मैंने इस रास्ते को नाम दिया है, आदम रोड डाला है नाम। अभी तक ऐसा कुछ रोड आप ഇതുപോലെ ഇതിലോ ഒരു റോഡ് കേട്ടിട്ടുണ്ടോ? ആദം റോഡ്. क्या अभी तक आप ऐसे कोई रास्ते का नाम सुना है आदम रोड करके? ഇതാണ് ആദം റോഡ്. ആദം റോഡിലൂടെ ആരെല്ലാം പോയാലും മരിച്ചു പോകും. आदम रोड से कोई भी आगे बढ़ते हैं वे सब मर जाते हैं। അതുകൊണ്ട് ദയവ് ചെയ്ത് ആദം റോഡിലൂടെ പോകരുത്. इसलिए कृपया आप आदम रोड से आगे ना बढ़िए। പലപ്പോഴും പലരും പറയാറില്ലേ, അയ്യോ ആ റോഡിലൂടെ പോകരുത്, അവിടെ കള്ളന്മാരും കൊള്ളക്കാരും ഒക്കെ ഉള്ളതാ, നിന്റെ കയ്യിലുള്ളതെല്ലാം വാങ്ങിച്ചെടുത്ത് അവർ നിന്നെ കൊന്നു കളയും. कभी कभी लोग ऐसे कहते हैं ना दूसरे लोगों से, उस रास्ते से होके नहीं गुजरना, वहां पर डाकू लोग हैं, चोर लोग हैं, इसलिए आप लोग, तेरे पास कुछ भी है उसको लूट लेंगे, तुझे मार डालेंगे। कैसे आप कभी कभी ऐसे लोग बोलते हैं ना। അതേപോലെയാണ് ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുന്നത്. ആദം റോട്ടിലൂടെ ആരൊക്കെ പോയാലും അവരെല്ലാം മരിക്കുന്നു. ആദത്തിൽ സകലരും മരിക്കുന്നു. कैसे ही वचन भी हमसे ये कहता है कि आदम रोड से, आदम रास्ता से कोई भी आगे बढ़ते हैं वे सब मर जाएंगे। അപ്പൊ പിന്നീട് നമ്മൾ എന്നാ ചെയ്യും? तो फिर हम क्या करते हैं? കിരീടം പ്രാപിക്കണമെങ്കിൽ ആദം റോട്ടിലൂടെ പോയേ പറ്റൂ. പക്ഷെ ആദം റോട്ടിലൂടെ പോയാൽ മരിച്ചും പോകും. अगर मुकुट पाना है तो आदम रोड से ही जाना पड़ेगा, मगर आदम रोड से जाने से मृत्यु भी आ जाएगा। अभी क्या करेगा? ഇപ്പൊ നമ്മൾ എന്നാ ചെയ്യാ? अभी हम क्या करेंगे? देखो, ഇവിടെയാണ് സ്വർഗത്തിലെ ദൈവം നമുക്ക് വേറൊരു രാസ്ത, മറ്റൊരു വഴി ഉണ്ടാക്കി തന്നു. കിരീടം പ്രാപിക്കാൻ പോകാനായിട്ട് മറ്റൊരു വഴി ഉണ്ടാക്കി തന്നു. अभी स्वर्ग का परमेश्वर हमारे लिए एक दूसरा रास्ता बना कर दिया। उस मुकुट को पाने के लिए, मुकुट तक पहुंचने के लिए एक दूसरे रास्ता बना कर दिया। അപ്പോ ആ മറ്റൊരു വഴിയാണ് ജീസസ് റോഡ്. ആദർ റോഡിൽ നിന്ന് മാറ്റി ജീസസ് റോഡിലേക്ക് കയറണം.
रास्ते का नाम है जीसस रोड, यानी कि यीशु मसीह का जो रास्ता। ആദം റോട്ടിലൂടെ പോകുന്നവർ എല്ലാവരെയും കൊന്നുകളയും, എല്ലാവരും മരിച്ചു പോകും. എന്നാൽ ജീസസ് റോഡിലൂടെ പോകുന്നവർക്ക് എല്ലാവർക്കും ജീവനെ പ്രാപിക്കാൻ പറ്റും. आदम रोड से जो भी जाते हैं वे सब मर जाते हैं, मगर यीशु मसीह के जो रास्ता है वहां से होके जो भी गुजरते हैं वे सब जिएंगे। ഇതാണ് ഫസ്റ്റ് കൊരിന്ത്യർ 15:22 പറയുന്നത്. ആദം റോഡിലൂടെ പോകുന്നവർ എല്ലാവരും മരിച്ചു പോകും, എന്നാൽ ജീസസ് റോഡിലൂടെ പോകുന്നവർക്ക് എല്ലാവർക്കും ജീവിപ്പിക്കപ്പെടുവാൻ കഴിയും. इसी बात को हम पहला कुरिन्थियों 15:22 में हम देखते हैं कि आदम रोड से जो भी गुजरते हैं वे सब मर जाएंगे, मगर यीशु मसीह का जो रास्ता है वहां से होकर गुजरने वाले सब जिएंगे। അപ്പോ നമ്മള് കഴിഞ്ഞ സമയത്ത് കേട്ടതുപോലെ GPS ഒരു വഴി നമ്മൾ പോവായിരുന്നു. അപ്പൊ അവിടെ റോഡ് ബ്ലോക്ക് എന്ന് എഴുതി വെച്ചിരിക്കുന്നു, പോകത്തില്ല. അപ്പൊ GPS മറ്റൊരു വഴിയിലൂടെ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നത് പോലെ ആദം റോഡ് ബ്ലോക്കായി പോയി. എന്നാൽ സ്വർഗത്തിലെ ദൈവം നമുക്ക് മറ്റൊരു വഴി ജീസസ് റോഡിലൂടെ ലക്ഷ്യസ്ഥാനത്തേക്ക്, കിരീടത്തിലേക്ക്, ദൈവഭവനത്തിലേക്ക് എത്തുവാൻ വഴിയൊരുക്കി. पिछले दिन हमने जैसे देखा है, GPS को देखते हुए हम लोग सफर कर रहे थे तो वहां पर रास्ता बंद हो गया है, और मगर GPS ने एक दूसरे रास्ता हमें दिखाया है, वहां से होकर हम लोग जाने से हम अपने लक्ष्य स्थान में पहुंच पाते हैं। हालेलुया। ऐसे ही आदम रोड से जाने से बगैर उसके जगह में हम यीशु का जो मार्ग है वहां से होकर जाकर उसको पाएंगे। അതുകൊണ്ട് നമുക്ക് സ്ക്രീനിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ മറ്റൊരു പോയിന്റ് കൂടി വരയ്ക്കാം. ഇതാ പുതിയൊരു റോഡ് ഉണ്ടാക്കണ്ടേ, യേശു റോഡ്, ജീസസ് റോഡ്. ആ പുതിയൊരു പോയിന്റ് കൂടി നമുക്ക് ഇടാം. നിങ്ങൾ സ്ക്രീനിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം അടുത്തൊരു പോയിന്റ് കൂടി നമ്മൾ ഇടുകയാണ്. ഇതാ മൂന്നാമത്തെ പോയിന്റ്. ഇതാണ് ട്രയാങ്കിളിലെ മൂന്നാമത്തെ ടോപ്പ് ലെവലിലെ പോയിന്റ്, ജീസസ് റോഡിന്റെ പോയിന്റ്. हम अभी यहाँ पर ट्रायंगल में, त्रिकोण में एक और पॉइंट डाल रहे हैं। उस पॉइंट का नाम है पहुंचने के लिए उस पॉइंट का नाम वो है यूहन्ना 1:12। നമ്മൾ ആ റോഡിന് നമ്മൾ പേരിടാൻ പോവുകയാണ് ജീസസ് റോഡ് കേട്ടോ. उस सड़क या रास्ते को हम लोग नाम डालते हैं यीशु रोड। ഹല്ലേലൂയ. ഓക്കേ, വായിച്ചാട്ടെ യോഹന്നാൻ 1:12. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാനുള്ള അധികാരം കൊടുത്തു. യേശുവിനെ കൈക്കൊണ്ട്. आप प्लीज पढ़िए यूहन्ना 1:12 आयत। परंतु जिन्होंने उसे ग्रहण किया उसने उन्हें परमेश्वर की संतान होने का अधिकार दिया। परमेश्वर की संतान होने का अधिकार दिया. हालेलुया. परमेश्वर की संतान, ദൈവത്തിന്റെ മക്കളായി തീരാനുള്ള അധികാരം കൊടുത്തു. ആരെല്ലാം യേശുവിനെ കൈക്കൊണ്ടു അവർക്കെല്ലാം. ഹല്ലേലൂയ. അപ്പോ ഇതാ യോഹന്നാൻ 1:12. അപ്പൊ നമ്മൾ ആദത്തിൽ റോഡ് ബ്ലോക്കായി പോയ നമ്മൾ ഓരോരുത്തരും ഇതാ നേരെ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുവാൻ യേശുവിനെ ഏറ്റുപറയുമ്പോൾ നാം ഒരു റോഡിലൂടെ യാത്ര ചെയ്യുകയാണ്. ആ റോഡിന് നമുക്കൊരു പേര് കൊടുക്കാം, സാൽവേഷൻ റോഡ്. हम आदम मार्ग
में आदम रोड में हम लोग रास्ता बंद होकर आगे नहीं बढ़ सकते थे, तो हम यीशु मसीह में, यीशु मार्ग में आगे बढ़ सकते थे। तो उस रास्ते को हम एक नाम डालते हैं, उद्धार का रास्ता। സാൽവേഷൻ, രക്ഷയുടെ വഴി. उद्धार का मार्ग। ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ മനുഷ്യരക്ഷയ്ക്കായി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല, യേശു എന്ന നാമമല്ല. आकाश के नीचे मनुष्यों के बीच में और कोई दूसरा नाम नहीं दिया गया है यीशु मसीह के नाम को छोड़कर। ഹല്ലേലൂയ. കാരണം ആദത്തിൽ എല്ലാവരും മരിച്ചു പോവുകയാണ്. ആദം റോഡ് വഴി ആരൊക്കെ പോയാലും മരിച്ചു പോകുന്നു. क्योंकि आदम रास्ते में सब लोग मर रहे हैं। കാരണം ആദം രാസ്തയിൽ പാപം മനുഷ്യന്റെ ജീവിതത്തെ പിടികൂടി. പാപത്തിന്റെ ശമ്പളം മരണം. जो आदम मार्ग है वहां पर पाप है, पाप में होकर जो भी गुजरते हैं वे सब मर जाते हैं। पाप का जो मजदूरी है वो मृत्यु है। അപ്പോ സാൽവേഷൻ റോഡിലൂടെ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചാൽ ആ നിമിഷം നമ്മൾ ആദത്തിന്റെ പാപത്തിന്റെ കണിയിൽ നിന്നും മരണത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കുക. मगर यीशु मसीह का जो उद्धार का मार्ग है, उस मार्ग में यीशु मसीह पर विश्वास करते हुए आगे बढ़ना शुरू करते हैं तो हम उद्धार पाएंगे और मृत्यु से बच जाएंगे। Saved, salvation, we saved from the death. हम उद्धार पा लेते हैं इस रास्ते में। മരണത്തിൽ നിന്ന്, പാപത്തിൽ നിന്ന്, പാപത്തിന്റെ ശമ്പളമായ മരണത്തിൽ നിന്ന് നാം രക്ഷ പ്രാപിച്ചു. हम मृत्यु से, पाप से, और पाप की जो मजदूरी मृत्यु है उससे हमने जय पा ली। ഹല്ലേലൂയ. ഇനി നമുക്ക് അടുത്തതെന്ന് പറയുന്നത്, നമുക്ക് നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തണം. ജയിക്കുന്നവൻ ദൈവത്തിന്റെ മകൻ. दूसरा हमारा लक्ष्य ये है, दूसरी बात यही है, जो हम अपने लक्ष्य स्थान में पहुंचना है। ഹല്ലേലൂയ. आएगा वो वारिस होगा। അപ്പോ ഇവിടെ നമ്മൾ സാൽവേഷൻ റോഡിന് നേരെ മുകളിലേക്ക് ഒരു വര വരച്ചു. ഉൽപ്പത്തി 1:26 നിന്ന് യോഹന്നാൻ 1:12 ഒരു വര വരച്ചു. हम उद्धार का जो मार्ग है उसके लिए एक लाइन खींच रहे हैं। उत्पत्ति 1 अध्याय का 26 का जो पॉइंट डाला था मैंने, वहां से एक लाइन खींच कर यूहन्ना 1 अध्याय का 12 जो ऊपर पॉइंट मैंने डाला था वहां तक एक लाइन खींच लिया मैंने। ആ ലൈൻ സാൽവേഷൻ റോഡ് ഉപയോഗിച്ച്, രക്ഷയുടെ വഴി ഉപയോഗിച്ച് യേശുവിനെ ആരെല്ലാം ഏറ്റുപറയുന്നു അവരെല്ലാം തങ്ങളുടെ ജീവിതത്തിലെ കഴിഞ്ഞകാല പാപങ്ങളുടെ ശിക്ഷയിൽ നിന്ന് ദൈവത്തിന്റെ പൊറുമയിൽ സൗജന്യമായി രക്ഷ പ്രാപിച്ചു. और यूहन्ना 1:12 में जितनों ने यीशु मसीह को ग्रहण करते हैं उन लोगों के जो पाप है, पाप का दंड है जो पिछले दिनों में उन लोगों ने किए थे, दंड से उन लोगों ने बच जाते हैं और उद्धार को पा जाते हैं। ആ പോയിന്റ് മുതൽ ഇനി നമുക്ക് പുതിയ ഒരു റോട്ടിലൂടെ യാത്ര ചെയ്യേണ്ടതായിട്ടുണ്ട്. उस जगह से लेकर हमें एक नए रास्ते में चलने की जरूरत है। ആ റോഡിന്റെ പേരെന്തായിരിക്കും? उस मार्ग का नाम क्या होगा? ദാ മൂന്നാമത്തെ റോഡ് ശ്രദ്ധിക്കുക. മൂന്നാമത്തെ റോഡ്. ഈ ട്രയാങ്കിളിൽ എത്ര ലൈനുണ്ട്? 3 ലൈനുണ്ട്. ഇതിൽ മൂന്നാമത്തെ റോഡ് ഇതാ നമുക്കിവിടെ കാണാം. ये तीसरा जो मार्ग या रास्ता है, इस ट्रायंगल में 3 लाइन है, आप देख सकते हैं तीसरे रास्ते को। ആ മൂന്നാമത്തെ റോഡിന്റെ പേരാണ് ജീസസ് റോഡ്.
तीसरे रास्ते का या मार्ग का नाम है यीशु मार्ग। ഹല്ലേലൂയ. प्रभु की स्तुति हो। ഇതാ ഇവിടെ ഞാൻ ഈ മൂന്ന് റോഡുകളും കൂടെ അങ്ങ് ചേർത്ത് വെച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോ इन तीनों रास्ता या मार्गों को जोड़कर मैं आपको दिखाऊंगा। स्क्रीन में आप देखिए। ഇതിപ്പോ നിങ്ങളുടെ മുമ്പിൽ വെച്ച് വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് കുറേയും കൂടെ നല്ല രീതിയിൽ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. आपके सामने मैं स्क्रीन में इस लाइन को खींचने से आप लोग अच्छे तरह से समझ पाएंगे। ഹല്ലേലൂയ. ഇവിടെ നിങ്ങൾക്ക് ഇപ്പൊ എത്ര റോഡ് കാണാം? अभी आप कितने रास्ते को स्क्रीन में देख सकते हैं? आपका हाथ से बोलो कितना रोड देखता है? 1 2 3 कितना देखता है? हाउ मेनी? उंगलियों में गिनकर आप दिखाइए कितने रास्ते हैं आप मोबाइल में देख सकते हैं। 2.5 2.5। ആദ്യത്തെ റോഡ് ആദം റോഡ്. पहला जो रास्ता है मार्ग है आदम रास्ता, आदम मार्ग। രണ്ടാമത്തെ റോഡ് നിങ്ങൾക്ക് കാണാൻ സ്ക്രീനിൽ കാണാം, സാൽവേഷൻ റോഡ്, രക്ഷയുടെ വഴി. दूसरा रास्ता है उसको बोलता है उद्धार का मार्ग। മൂന്നാമത്തെ വഴിയുടെ പേര് ജീസസ് റോഡ്, യേശു വഴി. तीसरे जो मार्ग रास्ता है उसका नाम है यीशु मार्ग। അതിലൂടെ നമ്മൾ യാത്ര ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. वहां से हम सफर शुरू ही किया है, നമ്മൾ പൂർത്തിയാക്കിയിട്ടില്ല. हम उसे पूरा नहीं किया है अभी तक। ഹല്ലേലൂയ. ആ യാത്രയിലാണ്, അതിന്റെ അവസാനമാണ് നമ്മൾ സ്വർഗീയ പിതാവിന്റെ അടുക്കൽ എത്തിച്ചേരുന്നത്. उस मार्ग में आखिरी में जाकर हम स्वर्ग के जो पिताजी हमारा है उसके साथ मुलाकात करेंगे। ഇതുകൊണ്ടാണ് യോഹന്നാൻ 14:6 യേശുക്രിസ്തു പറയുന്നത്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. इसलिए यीशु मसीह ने खुद कहा, यूहन्ना 14:14 में 6वां जो आयत है उसमें यीशु मसीह ने कहा, मैं ही मार्ग और सत्य और जीवन में ही हूँ, बिना मेरे द्वारा कोई पिता के पास नहीं पहुंच सकता। ഹല്ലേലൂയ. അപ്പോൾ യേശുക്രിസ്തു സത്യമായ ജീവനായ വഴിയായ യേശുക്രിസ്തുവിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. यीशु मसीह के बिना जो मार्ग है, जो सत्य है, जो जीवन है, उसके बिना कोई भी व्यक्ति, कोई भी इंसान परमेश्वर के पास नहीं पहुंचते हैं। ഹല്ലേലൂയ. ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് യോഹന്നാൻ 1:12 അനുഭവിച്ച ദൈവദാസനായ വിശുദ്ധ പൗലോസ് പറയുന്നത്, ഞാൻ അതുകൊണ്ട് അവസാനിച്ചെന്നല്ല, ഞാൻ പിൻപിലുള്ളതിനെ മറന്ന് മുൻപിലുള്ളതിനെ ലക്ഷ്യമാക്കി ക്രിസ്തു യേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദിനായി ഞാൻ ലാക്കിലേക്ക് ഓടുകയാണ്. पौलुस जिसने यूहन्ना 1:12 को अनुभव किया है, जहाँ पर उसने परमेश्वर का संतान बन गया है, पुत्र बन गया है, वो ऐसे कहता है अपने पत्री में, मैं पिछली बातों को छोड़कर भूलकर आगे को मेरा लक्ष्य है, उस लक्ष्य में पहुंचने के लिए उस दौड़ में हूँ, मैं कोशिश कर रहा हूँ। ഹല്ലേലൂയ. ഫിലിപ്പ് ലേഖനം 3-ാം അധ്യായം 14-ാം വാക്യം ആണ് ഈ പറഞ്ഞത്.
ചില ബൈബിളിൽ അത് 13-ാം വാക്യമാണ്. ഞാൻ ചിന്തിക്കുന്നു ഹിന്ദിയിലും 14 ആയിരിക്കും. 14 വായിച്ചാണ്. फिलिपियों की 14 आयत, फिलिपियंस 3:40। निशाने की ओर दौड़ा चला जाता हूँ। हे भाइयों, मेरी भावना यह नहीं कि मैं पकड़ चुका हूँ, परंतु केवल यह एक काम करता हूँ, जो बातें पीछे रह गई हैं उनको भूलकर आगे की बातों की ओर बढ़ता हुआ निशाने की ओर दौड़ा चला जाता हूँ, ताकि वह इनाम पाऊं जिसके लिए परमेश्वर ने मुझे मसीह यीशु में ऊपर बुलाया है। ശ്രദ്ധിച്ചാടെ, ഞങ്ങൾ എന്താ ചെയ്യുന്നേ? പിൻപിലുള്ളതിനെ മറന്ന് മുൻപിലുള്ളതിനെ ലക്ഷ്യമാക്കി ക്രിസ്തയേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ ബിരുദനായി ലാക്കിലേക്ക് ഓടുന്നു. हे भाइयों, हम लोग क्या करते हैं? पौलुस यहाँ पर करते हैं, ऐसे कह रहा है, मेरी भावना वो ये है नहीं कि पकड़ चुका हूँ, परंतु केवल ये एक काम करता हूँ कि जो बातें पीछे रह गई हैं उनको भूलकर आगे की बातों की ओर बढ़ता हुआ निशाने की ओर दौड़ा चला जाता हूँ, ताकि वो इनाम पाऊं जिसके लिए परमेश्वर ने मुझे मसीह यीशु में ऊपर बुलाया है। ഹല്ലേലൂയ. तो वो കാര്യങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? क्या आप लोग बातें समझ रहे हैं? ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്. ദൈവത്തിനും മഹത്വം. प्रभु की महिमा हो, प्रभु की महिमा हो। അപ്പോ വീണ്ടും നമ്മൾ ഈ പഠിച്ചത് മൊത്തത്തിൽ ഒന്ന് നോക്കിയിട്ട് നമ്മളിത് കൺക്ലൂഡ് ചെയ്യുകയാണ്. हम जो भी हम लोगों ने आज सीखा है उसको एक और बार देखने के बाद, पूरी तरह से देखने के बाद यहाँ पर समाप्त करने के लिए कोशिश कर रहे हैं। ഉൽപ്പത്തി 1:26 ദൈവം തീരുമാനമെടുക്കുകയാണ്, നമുക്ക് ദൈവ മക്കളെ ഉണ്ടാക്കാം. उत्पत्ति 1 अध्याय का 26 आयत में परमेश्वर ऐसे निर्णय ले रहा है कि हम अपने पुत्रों को बनाए। ആരിൽ നിന്ന്? कहाँ से, किससे? മനുഷ്യരിൽ നിന്ന് ദൈവത്തിന്റെ സാദൃശ്യവും സ്വരൂപവുമുള്ള ദൈവപുത്രന്മാരെ ഉണ്ടാക്കാം. मनुष्य से परमेश्वर के समानता में, स्वरूप में दूसरे मनुष्यों को बनाए। മനുഷ്യരായ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി സൃഷ്ടിച്ച മനുഷ്യരിൽ നിന്ന് ദൈവത്തിന്റെ ആ ലെവലിൽ നിൽക്കുന്ന ദൈവപുത്രന്മാരെ ഉണ്ടാക്കണം. परमेश्वर से थोड़ा सा नीचे स्थान में, दर्जे में बनाया गया, सृष्टि किया गया मनुष्य से ही मनुष्य परमेश्वर का पुत्र बनाया जाए। ആ റോഡ് വന്ന് അവസാനിക്കുമ്പോ വെളിപ്പാട് 21:6 പറയുന്നു, ആ പ്രവൃത്തി പൂർത്തിയായി. उस रास्ते में बारे में हम लोग जाते हम लोग देख सकते हैं प्रकाशित वाक्य 21 अध्याय 6 और 7 में वो जो योजना थी पहले परमेश्वर के मन में, वो योजना पूरी हो गई। ആ പൂർത്തിയായെന്ന് പറഞ്ഞ അടുത്ത വാക്യം 7 പറയാണ്, ജയിക്കുന്നവൻ ഇത് അവകാശമായി കിട്ടും, അവൻ ദൈവത്തിന്റെ മകൻ. इसी अध्याय में 7वां जो आयत में हम लोग देख सकते हैं, जो जय पाए वे इन वस्तुओं का वारिस होगा और वो परमेश्वर का संतान होगा। എന്നാൽ ആ ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ആദത്തിലാണ്. ആദം വഴിയാണ് അവിടെ എത്തേണ്ടത്. उस लक्ष्य स्थान में पहुंचने के लिए परमेश्वर ने आदम के द्वारा, आदम के अंदर मनुष्य को बनाया। उस रास्ते में होकर उस लक्ष्य स्थान में पहुंचना था मनुष्य को। എന്നാൽ പിശാച്
ആദത്തെ പാപത്തിൽ കുടുക്കി ആ വഴി ബ്ലോക്ക് ചെയ്തു. പാപത്തിന്റെ ശമ്പളമായ മരണം ആദത്തിലും ആദത്തിന്റെ മക്കളിലേക്കും പടർന്നു പിടിച്ചു. मगर शैतान ने पाप के द्वारा उस रास्ते को बंद करवा दिया। उस पाप जो है मनुष्य के अंदर और मनुष्य के पुत्रों में फैल गया। അതുകൊണ്ട് ആദം റോഡിലൂടെ ആര് പോയാലും അവർ മരിക്കുന്നു. ഇതാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. ആദത്തിൽ സകലരും മരിക്കുന്നു. इस कारण परमेश्वर के वचन में लिखा गया है, आदम मार्ग में आदम में होके जो भी गुजरते हैं, आगे बढ़ते हैं, वे सब मर जाते हैं। आदम में सब मरते हैं। അപ്പോൾ സ്വർഗത്തിലെ ദൈവം തന്റെ സ്വർഗത്തിലെ ഏകജാതനായ ഓമനപുത്രനായ ക്രിസ്തുവിലൂടെ ഇതാ പുതിയ ഒരു വഴി ഒരുക്കുകയാണ്. इसलिए स्वर्ग का परमेश्वर अपने इकलौते पुत्र यीशु मसीह, अपने बेटे यीशु मसीह के द्वारा एक दूसरे रास्ता को बनाया। ആ റോഡാണ് ജീസസ് റോഡ്, യേശു വഴി. का नाम है उस मार्ग का नाम है रास्ता है यीशु मार्ग। ആ യേശു വഴി ഇതാ നമ്മൾ വീണ്ടും രണ്ടായിട്ട് മുറിച്ചിരിക്കുന്നു. ഒന്ന് സാൽവേഷൻ റോഡ്, മറ്റേത് ജീസസ് റോഡും. ജീസസ് റോഡിനെ രണ്ടായിട്ട് മുറിച്ചിരിക്കുന്നു. यीशु मार्ग को हम दो भाग कर दिया है। पहला जो भाग है उसका नाम दिया गया है उद्धार मार्ग, उद्धार का मार्ग। ഇതാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. രക്ഷിക്കപ്പെടാൻ മനുഷ്യർക്ക്, അതായത് ആദത്തിന്റെ പാപക്കുഴിയിൽ വീണുപോയ, മരണത്തിൽ കുടുങ്ങിപ്പോയ മനുഷ്യർക്ക് രക്ഷപ്പെടുവാൻ വേറൊരു നാമം ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ നൽകിയിട്ടില്ല, യേശു എന്ന നാമമല്ലാതെ. परमेश्वर ने कहा आदम के जो रास्ते में होकर पाप के गड्ढे में गिरे हुए मनुष्य को, मृत्यु में पड़े हुए मनुष्य को बचने के लिए, उद्धार पाने के लिए, मुक्ति पाने के लिए और कोई रास्ता नहीं है। एक ही रास्ता है, उद्धार मार्ग। തുടർന്ന് യേശുവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും ആദത്തിന്റെ പാപം നിമിത്തമുള്ള, മാനവകുലത്തിന്റെ പാപം നിമിത്തമുള്ള മരണത്തിൽ നിന്ന് സൗജന്യമായി രക്ഷിക്കപ്പെടുന്നു. आगे को हम देख सकते हैं यूहन्ना 1:12 में यीशु मसीह के द्वारा आदम मार्ग में चलने वाले लोग मुफ्त में बिना कोई दाम देकर यीशु मसीह के द्वारा पाप से बच जाते हैं, उद्धार मुक्ति पाते हैं। ഹല്ലേലൂയ. തുടർന്ന് യേശു രക്ഷകനായി സ്വീകരിച്ച നമ്മൾ ഓരോരുത്തരും പിൻപിലുള്ളതിനെ മറന്ന് മുൻപിലുള്ളതിനെ ലക്ഷ്യമാക്കി മുന്നോട്ടേക്ക് ഓടേണ്ടതായിട്ടുണ്ട്. കാരണം നാം രക്ഷിക്കപ്പെട്ടെങ്കിലും ലക്ഷ്യത്തിലെത്തിയിട്ടില്ല. हमने यीशु मसीह को अपना लिया है, फिर भी हम जो है उद्धार को पा लिया है, मुक्ति पा लिया है, फिर भी हमने लक्ष्य स्थान में नहीं अभी तक पहुंचे। ഹലോ, क्या आप सुन रहे हैं? നാം രക്ഷിക്കപ്പെട്ടെങ്കിലും ലക്ഷ്യസ്ഥാനത്തെത്തിയിട്ടില്ല. हम मुक्ति पा लिया है, फिर भी लक्ष्य स्थान में मुक्काम में अभी तक नहीं पहुंचे हैं। ലക്ഷ്യസ്ഥാനം ഏതാണ്? लक्ष्य स्थान या मुक्काम कहाँ है? कोई आदमी को मालूम है लक्ष्य स्थान कौन है, किधर है? जीवन का मुकुट। क्या आप में से किसी को मालूम है हमारा लक्ष्य स्थान कहाँ है? യോഹന്നാൻ 14:6 വായിച്ചേ. आप यूहन्ना 14:6 पढ़कर देखिए। यूहन्ना 14:6।
हिंदी में पढ़ो। शब्द में पढ़ो। आप हिंदी में पढ़िए प्लीज। यूहन्ना 14 का 6, 14 का 6। यीशु ने उनसे कहा, मार्ग और सत्य और जीवन मैं ही हूँ। बिना मेरे तो कोई पिता के पास नहीं हो सकता। അപ്പൊ നമ്മുടെ ലക്ഷ്യസ്ഥാനം എവിടെയാ? तो हमारा लक्ष्य स्थान कहाँ है? सच्चाई, मार्ग और जीवन यीशु मसीह ने कहा नहीं, पिता के पास पहुंचना। प्रेज गॉड। पिता का पास पहुंचना, उसके लिए मार्ग, सत्य, मार्ग, जीवन कौन है? यीशु मसीह। यीशु मसीह। ओके, और हम अच्छा तरह ग्रहण करना चाहिए। ओके, हमारा गोल एंड ഗ്രോത്ത് ഈസ് ഡിഫറെന്റ്. നമ്മുടെ വളർച്ചയും ലക്ഷ്യവും രണ്ടാണ്. हम इस बात को बहुत ध्यान पूर्वक समझना है। हमारी जो बढ़ोतरी और लक्ष्य स्थान दोनों अलग अलग बातें हैं। നമ്മുടെ വളർച്ച ക്രിസ്തുവാകുന്ന തലയോളമാണ്. हमारी जो बढ़ोतरी है, हम बढ़ना है मसीह यीशु जो हमारा सिर है। എന്നാൽ നമ്മുടെ ലക്ഷ്യം है बढ़ोतरी पाना है, എന്നാൽ നമ്മുടെ ലക്ഷ്യം मगर हमारा लक्ष्य स्थान സ്വർഗീയ പിതാവിലെത്തുക എന്നുള്ളതാണ്. स्वर्गीय पिता में पहुंचना ही है। हालेलुया। आदमी लोगों को वो नहीं मालूम है, वो मिक्स करके क्लास करते. ജനത്തിന് അത് നല്ല രീതിയിൽ അറിയത്തില്ല. അത് അവർക്കൊരു കൺഫ്യൂഷനാണ്. लोग इसको नहीं समझते हैं अच्छी तरह, क्योंकि उनके अंदर अभी तक कंफ्यूजन है कि क्या है करके। ഇവിടെ ഇതാ ഈ 3 റോഡുകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. आप अपने जीवन में ये 3 रास्ताएं हैं, इसको अच्छी तरह से सीख ली। इसका ओ रोड का नाम बोलो. वो റോഡിന്റെ പേര് ഓരോന്നായിട്ടൊന്ന് പറഞ്ഞേ. आप यहाँ पर 3 रास्ते का नाम आज हमने सीखा है, उसको आप एक एक करके बोलेंगे। आदम रोड, जीसस रोड, साल्वेशन रोड एंड जीसस रोड। ऑर्डर करके बोलो, ऑर्डर करके. आदम रोड, साल्वेशन रोड एंड जीसस रोड। वेरी गुड, वेरी गुड. अच्छा स्टूडेंट्स है. आदम रोड, साल्वेशन रोड, जीसस रोड। प्रेज गॉड. साल्वेशन रोड, जीसस रोड। Jesus road, Jesus road. आदम रोड, साल्वेशन रोड, जीसस रोड। बोलो बोलो. Adam road, Wilson. आदम रोड से हम जाएगा ना, हमको क्या होएगा? साल्वेशन रोड। നമ്മൾ ആദം റോഡിലൂടെ പോയാൽ നമുക്ക് എന്ത് പറ്റും? आदम रोड से होकर हम आगे बढ़ते हैं तो हमें क्या होगा, हमारे साथ क्या होगा? आप बोल सकते हैं, हम मर जाएंगे। हम मर जाएंगे. ओके, अभी कितना आदमी को, എത്ര പേർക്ക് ആദം റോഡിലൂടെ പോകണം? आप में से कितने लोग चाहते हैं आदम रोड से आगे बढ़ते? നമ്മൾ ജഡത്തിൽ യാത്ര ചെയ്താൽ ആദം റോഡിലൂടെ യാത്ര ചെയ്യുന്നേ, ഇത് മനുഷ്യർക്ക് അറിയില്ല. हम अगर शारीरिक जीवन में होकर जीवन बिताते हैं तो हम आदम रोड से आगे बढ़ने वाले लोग होंगे। ഇതുകൊണ്ടാണ് റോമ 8:13 പറയുന്നത്, ജഡത്തെ അനുസരിച്ച് ജീവിച്ചാൽ നീ മരിക്കും നിശ്ചയം. ये रोमियो की पत्री रोमियो 8:13 में लिखा गया है। रोमियो 8:13 में
अगर शरीर के अनुसार जिएंगे तो हम मरेंगे। നേരത്തെ നമ്മൾ കേട്ടു ആദത്തിൽ സകലരും മരിക്കുന്നു. ഇവിടെയും പറയുന്നു അത് തന്നെ, ജഡത്തെ അനുസരിച്ച് ജീവിച്ചാൽ നീ മരിക്കും. पहले हमने पढ़ा है आदम में सब लोग मरते हैं, तो यहाँ पर रोमियो की पत्री 8:13 में हम लोग पढ़ते हैं, तो जो शरीर के अनुसार जीवन बिताते हैं तो वे मर जाएंगे। दोनों വെക്കിയേ, രണ്ടും ഒന്ന് തന്നെ. ये दोनों एक ही बात है. നമ്മൾ അറിയാതെ നമ്മൾ ഇന്ന് ആദർ റോഡിലൂടെ പോയിക്കൊണ്ട് യേശുവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊരു വലിയ അബ്ദമാണ്. റോഡ് മാറണം. हम इसे बिना समझकर आदर रोड में ही आगे बढ़ रहे हैं और यीशु मसीह की स्तुति भी बीच में उसके साथ ही साथ कर रहे हैं. നമ്മൾ നമ്മളെ തന്നെ വഞ്ചിക്കുകയാണ്. റോഡ് മാറിക്കൊള്ളുക. हम अपने आप को धोखा दे रहे हैं. रोड जो है, रास्ता, हम कंफ्यूजन हो गया है. रास्ता बदलने की जरूरत है. ഹല്ലേലൂയ. ഇനി രണ്ടാമത്തെ റോഡാണ് സാൽവേഷൻ റോഡ്. മൂന്നാമത്തെ റോഡാണ് യേശു ജീസസ് റോഡ്. अभी ये दूसरा मार्ग का नाम है साल्वेशन रोड, उद्धार का मार्ग, और तीसरा जो नाम है मार्ग का नाम है यीशु का मार्ग, यीशु मार्ग, जीसस रोड. ഇപ്പൊ 3 റോഡ് നിങ്ങൾ പറഞ്ഞു. നിങ്ങൾ ഇന്ന് ഏത് റോഡിലൂടെയാ പോണേ? ആദം റോഡാണോ, സാൽവേഷൻ റോഡാണോ, ജീസസ് റോഡാണോ? हम अभी 3 मार्ग के बारे में, रास्ते के बारे में बोला है कि मेरा सवाल आपसे ये है कि आप कौन सी रास्ते में हैं? में से जीसस रोड, जीसस रोड, Jesus Road. घर के मार्ग में जीसस रोड. ജീസസ് റോഡ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. देखो, നമ്മൾ ഇന്ന് യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച നമ്മൾ ഓരോരുത്തരും രണ്ടാമത്തെ റോഡ്, സാൽവേഷൻ റോഡ് ക്രോസ് ചെയ്തു. അത് സൗജന്യമായി ക്രോസ് ചെയ്യുവാൻ ദൈവം നമ്മളെ സഹായിച്ചു. ഇന്ന് മൂന്നാമത്തെ റോഡായ യേശു എന്ന വഴിയിലൂടെ നമ്മൾ സ്വർഗീയ പിതാവിന്റെ അടുക്കലേക്ക്, ലക്ഷ്യത്തിലേക്ക് യാത്രയാവുകയാണ്. हम जो है यीशु मसीह को ग्रहण कर किए हुए लोग हैं, इसलिए हम उद्धार का जो रास्ता है, साल्वेशन रोड है, परमेश्वर से फ्री में, मुफ्त में हम उससे पार किया है, और अभी हम सफर करते हैं जीसस रोड में. ഹല്ലേലൂയ. തുടർന്ന് യേശുവിനെ അനുഗമിച്ച് യേശുവിനോട് പഠിച്ച് നമ്മൾ യേശുവിന് അനുരൂപമായ ദൈവപുത്രന്മാരായി വെളിപ്പെടണം. आगे को हम यीशु मसीह से सीखकर यीशु मसीह के जैसे बनकर हम परमेश्वर के पुत्र बनेंगे. പലരും ചിന്തിക്കുന്നത് ഈ യാത്രയിലൂടെ പോകുമ്പോൾ യേശുവിനെ സ്തുതിച്ചാൽ മാത്രം മതിയെന്നാണ്. അല്ല, യേശുവിനോട് പഠിക്കുവാനും കൂടെ ഉണ്ട്. ज्यादातर लोग सोचते हैं ये जीसस रोड में सफर करने के समय यीशु मसीह की स्तुति करना काफी है, मगर इसके साथ ही साथ हमें यीशु मसीह से कुछ ना कुछ सीखने के लिए भी है. അതും കൂടി പറഞ്ഞിട്ട് നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. അത് നിങ്ങൾ വീട്ടിൽ പോയി ധ്യാനിക്കുക. इसके बारे में थोड़ा बोलकर हम यहाँ पर समाप्त करते हैं. आप घर में इसके बारे में आप मनन कर सकते हैं. जी. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 29-ാം വാക്യത്തിൽ യേശുക്രിസ്തു പറയുന്നു, എന്റെ നുകമേറ്റ് എന്നോട് പഠിച്ചാൽ നിങ്ങളുടെ ദേഹിക്ക് ആശ്വാസം കിട്ടും. എന്റെ നുകമേറ്റ് എന്നോട് പഠിക്കുക. मेरा जुआ अपने ऊपर उठा लो और मुझसे सीखो
क्योंकि मैं नम्र और मन में दीन हूँ। നിങ്ങൾ എൻ്റെ നുകമേറ്റി എന്നോട് പഠിച്ചാൽ നിങ്ങളുടെ ദേഹികൾക്ക് ആശ്വാസം കിട്ടും, നിങ്ങൾ ജയിക്കും. അതിന്റെ അർത്ഥം അതാണ്. का मतलब ये है, अगर तुम लोग मेरे मेरे जुआ अपने ऊपर उठा लेंगे और मुझसे सीख लेंगे तो मैं नम्र और मन में दीन हूँ, तुम अपने मन में विश्राम पाओगे। ഹല്ലേലൂയ. അതിന്റെ അർത്ഥം നിങ്ങൾ ജയിക്കും. का मतलब यही है, आप ഹല്ലേലൂയ. യേശുവിനോട് പഠിച്ചാലാണ് നമ്മൾ യേശുവിന് അനുരൂപമാവുകയുള്ളൂ, നമ്മൾ ജയിക്കുകയുള്ളൂ ദൈവപുത്രന്മാരായി. इसका मतलब ये है, यीशु मसीह से सीखने से हम यीशु मसीह के जैसे बन जाएंगे और यीशु मसीह के जैसे बनने से हम जय पाएंगे। ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ഇന്ന് എന്താ പഠിച്ചേ? क्या हमने सीखा आज? 3 बातें। 3 रोड. 3 रोड के बारे में 3 റോഡ് നമ്മളെ പഠിച്ചു. നമ്മൾ എളുപ്പത്തില് നമ്മൾ ഇന്ന് ഏത് റോഡിലൂടെയാണ് പോകേണ്ടത്? 3 रोड के बारे में, 3 रास्ते के बारे में हमने आज सीखा है कि हम कहाँ से अभी सफर करने की जरूरत है। യേശു റോഡ് മേ നമ്മൾ യാത്ര ചെയ്യണം. ജീസസ് റോഡിലൂടെ നമ്മൾ യാത്ര ചെയ്യണം. अभी हमें क्या करना है? जीसस रोड में या यीशु मार्ग में सफर करने की जरूरत है हमें। ഹല്ലേലൂയ. നമ്മൾ ലോകത്തിൽ പോയി ഈ 2 റോഡിനെ കുറിച്ച് അറിയിക്കണം. സാൽവേഷൻ റോഡിനെ കുറിച്ചും അറിയിക്കണം, യേശു റോഡിനെ കുറിച്ചും അറിയിക്കണം. हम दुनिया में इस दूसरों को समाज में या संसार में इन दोनों रास्ते के बारे में लोगों को बताना जरूरी है कि उद्धार का मार्ग और यीशु मार्ग, जीसस रोड और साल्वेशन रोड। ദൈവവചനത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അത് ഇങ്ങനെയാണ് പറയുന്നത്: ദൈവരാജ്യത്തെയും യേശുവിനെയും കുറിച്ചുള്ള സുവിശേഷം അറിയിക്കേണ്ടത് ആവശ്യമാണ്. परमेश्वर के वचन के अनुसार बोला जाए तो ऐसे बोला जाता है, यीशु मसीह के बारे में और स्वर्ग का राज्य के बारे में, परमेश्वर का राज्य के बारे में लोगों को सुनाना है। सुसमाचार ഇത് രണ്ടും അറിയിക്കേണ്ടത് ഒരു സുവിശേഷകൻ എന്ന നിലയിൽ എന്റെയും നിങ്ങളുടെയും കടമയാണ്. ये दोनों बातें लोगों को सुनाना एक समाचार होने के नाते मेरी और आपकी जिम्मेदारी है। അപ്പോൾ തന്നെ അവരെ ഒന്ന് വാൺ ചെയ്യണം. ആദം റോട്ടിലൂടെ യാത്ര ചെയ്യരുത്. ആദം റോട്ടിലൂടെ യാത്ര ചെയ്താൽ നിങ്ങൾ മരിക്കും നിശ്ചയം. इसके साथ ही साथ लोगों को चेतावनी भी देना है। ये चेतावनी ये है कि आदम रोड से होकर मत जाना, आगे ना बढ़ना आदम रोड से, क्योंकि इसका जो अंत है मृत्यु है। യേശുവിലൂടെ യാത്ര ചെയ്യുക, സ്വർഗീയ പിതാവിന്റെ അടുക്കൽ ദൈവരാജ്യത്തിൽ ദൈവമക്കളായി എത്തിച്ചേരുക. यीशु मसीह से होकर सफर करना, यात्रा करना और परमेश्वर के पुत्र बनना, അപ്പന്റെ അടുക്കൽ എത്തിച്ചേരുക. पिताजी के पास पहुंचना। നമുക്ക് നമ്മുടെ കണ്ണുകളടയ്ക്കാം. കേട്ട വചനത്തിനായി ദൈവത്തിന് നന്ദി പറയാം. हम अपनी आंखें बंद करके प्रार्थना में जाएंगे। സ്വർഗീയ പിതാവേ, അങ്ങ് അടിയങ്ങൾക്ക് തന്ന നല്ല വചനങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. 3 വഴികളെ കുറിച്ച് കർത്താവേ ഞങ്ങൾ മനസ്സിലാക്കുന്നു. ആദം റോഡിനെ കുറിച്ച് ഞങ്ങൾ കേട്ടു. ആദത്തിൽ സകലരും മരിക്കുന്നു.
എന്നാൽ അങ്ങയുടെ പുത്രനിലൂടെ അങ്ങ് ഞങ്ങൾക്ക് ഒരുക്കിയ ആ ജീവനുള്ള പുതിയ വഴിക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. ജീസസ് റോഡിനായി ഞങ്ങൾ നന്ദി പറയുന്നു. അതിലൂടെ ഞങ്ങൾ ഓരോരുത്തരും സാൽവേഷൻ അനുഭവിച്ച് യേശുവിൻ്റെ സ്വഭാവം ഞങ്ങളുടെ ജീവിതത്തിൽ വളർത്തിക്കൊണ്ട് ദൈവരാജ്യം അവകാശമാക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങ് സഹായിക്കണം. അങ്ങയുടെ നാമത്തിൽ ഈ ജനത്തെ, ദൈവദാസന്മാരെ അനുഗ്രഹിക്കുന്നു. ശബ്ദ കാഴ്ചപരിധിയിലുള്ള ഏവരെയും അനുഗ്രഹിക്കുന്നു. ബിജു പാസ്റ്ററെയും അദ്ദേഹത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്ന എല്ലാ ദൈവദാസന്മാരും അനുഗ്രഹിക്കുന്നു. അങ്ങ് അവരെ ഏൽപ്പിച്ച ശുശ്രൂഷ ഒരല്പം പോലും കുറയാതെ യേശു പറഞ്ഞതുപോലെ ഇറ്റ് ഈസ് ഫിനിഷ്ഡ് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങയുടെ സന്നിധിയിൽ കടന്നു വരുവാൻ അങ്ങയുടെ മക്കളെ, അങ്ങയുടെ ദാസന്മാരെ അങ്ങ് സഹായിക്കണമേ. എല്ലാ മഹത്വം ഞാൻ അങ്ങേക്ക് തരുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ. ദൈവം സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. ഇത്രത്തോളം വചനം പഠിക്കുവാൻ സ്വർഗ്ഗത്തിൽ ദൈവം നമുക്ക് അനുവാദം തന്നല്ലോ. അതിനായി ദൈവത്തിന് സ്തോത്രം. ബിജു പാസ്റ്ററെയും ശുശ്രൂഷന്മാരെയും ഒക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. Praise God. Thank you very much. Thank you everyone.